എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതിനിധി. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടോ നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ ചാനലിൽ ചെറിയ കുട്ടികൾ വരെ കാണുന്നുണ്ട്, അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കാണുന്നുണ്ട്. അവർ കമൻറ്റ് ചെയ്യാറൊക്കെ ഉണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് അതേപോലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ പുഡിങ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പുഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് രണ്ട് രീതിയിലായിട്ട് കഴിക്കാം. അതായത് രണ്ട് പുഡിംഗ് ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മിൽക്ക് പുഡിംഗ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് പുഡിംഗ് ആയിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പുഡിംഗ് വേണമെങ്കിലും ആക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നോക്കണേറ്റ് മുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ, കാണുന്നിടയ്ക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തുടർന്ന് കാണാം. അപ്പോൾ അതിന് നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു ബൗൾ എടുക്കാം. അതിലോട്ട് കുറച്ച് വെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ അങ്ങനെ പറ്റിയൊന്ന് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ചില്ലിൻ്റെ ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെണ്ണയായാലും കുഴപ്പമില്ല കേട്ടോ. അത് ഇങ്ങനെ നന്നായിട്ട് പരട്ടി എല്ലായിടത്തുമായിട്ട് വെക്കുകയാണ്. പുഡിങ് നമുക്ക് എളുപ്പത്തിൽ തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യോ അല്ലെങ്കിൽ വെണ്ണ ഇതുപോലെ പറ്റി വെക്കുന്നത്. പുഡിങ് ആവണേറ്റ് മുന്നേ ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കാൻ നോക്കുക. അല്ലാണ്ട് പുഡിങ് ആയിട്ട് ഇത് ചെയ്യാൻ നിന്നാൽ പിന്നെ പുഡിങ്ങൊക്കെ തണുത്ത് അത് ഉറക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ആദ്യം ചെയ്ത് വെക്കുന്നത്. ഇനി പാത്രം ഒന്ന് മാറ്റി വെച്ച ശേഷം നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് കുറച്ച് പാലൊന്ന് എടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ പാലെടുക്കുക. ഈ 2 ടേബിൾ സ്പൂൺ പാലിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് തിളപ്പിച്ചതായാലും തിളപ്പിക്കാത്തതായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് തിളപ്പിച്ചിട്ട് ഒരു ചെറിയ ചൂടുള്ള ഒരു പാലാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത ശേഷം അത് നന്നായിട്ട് ഇളക്കി കട്ടയൊന്നും ഇല്ലാണ്ട് ആക്കി വെക്കണം. അങ്ങനെ കോൺഫ്ലോറും പാലും കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഇതുപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി കുറച്ച് പാല് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്, അതായത് ഒരു 1/4 ലിറ്റർ പാല്. അതിലോട്ട് ആവശ്യത്തിനുള്ള മധുരത്തിനായിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാരയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്, അതായത് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ പഞ്ചസാരയുടെ അളവിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുത്ത ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. ഈ പാൽ ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇതേപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പാല് തിളയ്ക്കണ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് മതിയാവും. അപ്പോൾ പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ടേബിൾ സ്പൂണും ടീസ്പൂണിൻ്റെ അളവൊക്കെ തെറ്റാണ്ടിരിക്കാൻ നോക്കാം കേട്ടോ. ഒരു 3 ടീസ്പൂൺ എന്ന് പറയുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ആയിട്ട് വരിക. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർക്കണമെന്നില്ല. പക്ഷേ ഇത് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പക്ഷേ വാനില എസൻസ് ചേർക്കുന്ന ടേസ്റ്റ് എന്തായാലും ഏലക്കായ്ക്ക് കിട്ടില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊരു 3 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ പാലിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ലോയിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തന്നെ കലക്കി വെച്ചിട്ടുള്ള ആ കോൺഫ്ലോറിൻ്റെയും പാലിൻ്റെയും മിക്സ് എടുക്കുക. എന്നിട്ട് അത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അത് ആ പാലിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുക്കാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലോർ അടിയിൽ തന്നെ അടിഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കും. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒഴിക്കാൻ പറയുന്നത്. എന്നിട്ട് അത് അപ്പം തന്നെ നമ്മൾ വേഗം തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം ഇത് കോൺഫ്ലോർ ഒഴിച്ചു കൊടുത്ത കാരണം പെട്ടെന്ന് തന്നെ കട്ടിയാവും. കണ്ടില്ല, ഇപ്പം തന്നെ പെട്ടെന്ന് കുറുകി വന്നു. അപ്പോൾ നിങ്ങൾ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അത് അടിയെ പിടിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇനി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 3 മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് 3 മിനിറ്റ് ആവാൻ നിൽക്കണ്ട. 3 മിനിറ്റ് ആവാറാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3 മിനിറ്റ് ആവാനായിട്ട് ഒരു 15 സെക്കൻഡ് കുറവുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നത്. അതായത് ഒരു 2.25 മിനിറ്റോളം എന്ന് നമുക്ക് പറയാം. ആ 2.25 മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നത്. ഇനി ഇത് അപ്പം തന്നെ നമുക്ക് നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, അതായത് നമ്മൾ നെയ്യൊക്കെ പറ്റി വെച്ചിട്ടുള്ള ആ ബൗളിലോട്ട് ഒന്ന് പകർത്തി കൊടുക്കാം.
അതല്ലാണ്ട് ചൂടാറാൻ നിൽക്കേണ്ട, ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് ആ പുഡിങ്ങൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളതൊന്ന് ചെറുതായിട്ട് ആ പാത്രം ഒന്ന് തട്ടുന്നുണ്ട്. നമ്മൾ കേക്കൊക്കെ തട്ടില്ലേ, എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി, അതുപോലെ ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ടിത് നേരെ തന്നെ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കിച്ചു കൊടുക്കുകയാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വെക്കുക. അത് നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ തണുപ്പിനനുസരിച്ചിട്ട് സമയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നമുക്കിത് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇത് ആയിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ. അങ്ങനെ ഒരു 3-4 മണിക്കൂറിന് ശേഷം അത് നന്നായിട്ട് തണുത്ത് നല്ല സെറ്റായതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. അതിനായിട്ട് മുന്നായിട്ട് നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇത് നമുക്ക് ചോക്ലേറ്റ് പുഡിംഗ് ആയിട്ടാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് നമുക്ക് റെഡിയാക്കണം. അപ്പം അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറി മിൽക്കോ അല്ലെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ടോ എന്ത് വേണമെങ്കിലും എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഈ ചോക്ലേറ്റിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ നല്ല തിളച്ച നല്ല ചൂടുള്ള പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ പാലൊക്കെ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കാം. നമ്മൾ നല്ല ചൂടുള്ള പാലൊക്കെ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. പക്ഷേ അതിൻ്റെ ചൂട് പെട്ടെന്ന് പോയ കാരണം ചോക്ലേറ്റ് മുഴുവനായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലോട്ട് ആ പാത്രം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്, പിന്നീട് അത് മെൽറ്റാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റായി കട്ടിയൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു പെട്ടെന്ന് തന്നെ നമുക്കിത് ചൂടാറി കിട്ടും. ഇത് അധികം ചൂടൊന്നും ഉണ്ടാവില്ലല്ലോ, ഈ ചൂടുവെള്ളത്തിൽ ഇരിക്കുന്ന ചൂടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് മാറാനായിട്ട് ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തണുത്ത് കിട്ടും. അപ്പോൾ ഈ ചോക്ലേറ്റ് ഒന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് പുഡിങ് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കുന്നത്. പുഡിങ് പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ട് ഇതിൻ്റെ ഓരോ സൈഡും ആയിട്ട് ഇങ്ങനെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ മതിയാവും. എന്നിട്ട് അത് കമഴ്ത്തി ഒന്ന് തട്ടിയതിന് ശേഷം നമ്മുടെ കയ്യിലോട്ട് തന്നെ വിടിയിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് പുഡിംഗ് ആണിത്. നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ നല്ല പഞ്ഞി പോലെയാണ് ഇത് ഇരിക്കുക. നിങ്ങൾക്കിത് വെക്കുമ്പോൾ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി ഇത് സെർവ് ചെയ്യുന്നതിനേക്കാളും തൊട്ട് മുന്നായിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ ചോക്ലേറ്റ്, അത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. ഇനി ചോക്ലേറ്റ് അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ, അതായത് ഇപ്പോൾ ചിലർക്ക് അങ്ങനെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവരുണ്ട്, ചോക്ലേറ്റ് ലവേഴ്സ് അല്ലാത്തവരുണ്ടായിരിക്കും. അവരാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അതില്ലാതെ നിങ്ങൾക്ക് മിൽക്ക് പുഡിംഗ് ആയിട്ട് തന്നെ അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇത് 2 സൈസിലുള്ള പുഡിംഗ് നമുക്ക് ആക്കാന്നുള്ളത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് പുഡിംഗ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് മിൽക്ക് ചോക്ലേറ്റ് പുഡിംഗ് ആയിട്ട് കഴിക്കാം. 2 കഴിക്കുമ്പോഴും 2 ടേസ്റ്റാണ്. ചോക്ലേറ്റ് വരുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വലത് ഭാഗത്തായിട്ട് ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം ഒരു ബെല്ലൈക്കൺ കൂടി കാണും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം കൂടുതലൊന്നും പറഞ്ഞ് ഹെൽപ്പിക്കണമെന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന്. അപ്പോൾ എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടിരിക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു റെസിപ്പിയിലൂടെ കാണാം. ബൈ.